നമ്മളിപ്പോ ഈ ചൊല്ലിയുണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ നിസ്കാരത്തിന് ശേഷം മാത്രം ചൊല്ലാനുള്ള ഒരു ദുആ അല്ല അത്. അതുകൊണ്ടാണ് ഞാൻ കൈ ഉയർത്താത്തത്. ഉയർത്തി ഞാൻ ഒരിക്കലും ഉയർത്തരുത് എന്ന് പറയില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഉയർത്തിക്കോളി. മൂല്യൻ എന്താ ഉയർത്താത്തതെന്ന് ചിന്തിക്കണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്താ ഉയർത്താത്തത് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ഉയർത്തിക്കോളി. തെറ്റാണെങ്കിൽ ഞാൻ ഉയർത്തരുത് എന്ന് പറയല്ലോ. ഞാൻ ഉയർത്തൂല, നിങ്ങൾ ഉയർത്തിക്കോളി. അത് ഈ നിസ്കാരത്തിന് ശേഷം മാത്രം ചൊല്ലാനുള്ളൊരു ദുആ അല്ല. എന്നാൽ നിസ്കാരത്തിന് ശേഷം പതിവായി ചൊല്ലണം. എപ്പോഴും റമദാനിൽ ആവർത്തിക്കേണ്ട, പ്രത്യേകിച്ച് ഈ 10 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ ആവർത്തിച്ച് മനസ്സിന്ന് ഉണ്ടാവേണ്ട ഒരു ദിക്റാണ്. നമുക്കിപ്പോ കുറെ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ചൊല്ലുമ്പോ ഇങ്ങനെ റോട്ട് കൂടി അല്ലാഹുമ്മ ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങനെ ആയിക്കൂടി പോകുമ്പോഴേ അല്ലാഹുമ്മ ഇറങ്ങി പോകാൻ പറ്റൂലല്ലോ. അപ്പൊ അത് കൈ പൊന്തിക്കാൻ പറ്റണില്ല എന്നുള്ളത് സംഗതി കുറക്കണ്ട. ആവർത്തിച്ച് ദ്വാരക്ക. ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു 10ന്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 പ്രാവശ്യം അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ ഞാന് ദ്വാരക്കും അല്ലെങ്കിൽ ചൊല്ലുന്നാണ്ട് തീരുമാനിച്ചാലാണ് നടക്കും. അതാണ് തീരുമാനിക്കണം. ചില തീരുമാനങ്ങളൊക്കെയാണ് നമ്മള് റമദാന്റെ ആദ്യ ദിവസങ്ങളിൽ എടുക്കേണ്ടത്. ചില പ്രത്യേക തീരുമാനങ്ങൾ അത് പിന്നെ നഷ്ടപ്പെടരുത്. അത് നഷ്ടപ്പെട്ടാ ഒക്കെ നഷ്ടപ്പെടും. അള്ളാഹു ഈ ദിക്റുകൾ ആവർത്തിച്ച് ഉരുവിട്ട് അള്ളാഹിന്റെ റഹ്മത്തിലേക്ക് റമദാനിൽ അവൻ തെരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നാളെ ആഖിറത്തില് പടച്ചോനെ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ശൈത്താൻ എന്നെ സമ്മതിച്ചില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നമുക്ക് കാര്യമായിട്ട് ഇപ്പൊ തടസ്സം പറയാനുള്ളതാണല്ലോ. ഇത് കുറെ സംഗതി ചെയ്യാണ്ടായിരുന്നു, ഓന്റെ പിടിയിൽ പെട്ടു എന്ന് റമദാനിൽ അള്ളഹാനോട് പറയാൻ പറ്റൂല. കാരണം ശൈത്താൻ ചങ്ങലയിലാണ്. അള്ളാഹ് തിരിച്ചറിയും. അതിനല്ലടാ ഞാൻ ചങ്ങലക്കിട്ടെന്ന് വെച്ചാൽ എന്താ നമ്മള് പറയാ? വ്യാഖ്യാനങ്ങൾ എന്താവട്ടെ. ചങ്ങലക്കിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ 100 പറയാൻ പറഞ്ഞാലും തിരിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഭാഷ അതാണല്ലോ. ചങ്ങലക്കെട്ട് അതുകൊണ്ട് ഇനി ഓന്റെ ഷർറ് പെട്ടിട്ടാണ് ഞാൻ ജമാഅത്തിന് വരാതിരുന്നത്, ഖുർആൻ ഓതായിരുന്നത്, ഞാൻ സുന്നത്ത് നിസ്കരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ദിക്റിലായിരിക്കാൻ എനിക്ക് ഫിക്ർ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഓന്റെ പുറത്തത്ത് പെട്ടെന്ന് അള്ളഹാനോട് പറയാൻ പറ്റില്ല. സാധാരണ ചില ഉമ്മാരൊക്കെ ഉണ്ട്, കുട്ടികളെ ഉറക്കാൻ വേണ്ടി തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി വെക്കും. മിഠായി മാറ്റി വെക്കും. എടാ പോ എല്ലാരും റൂമ് നാട്ടും. പയ്യന്റെ കയ്യിൽ എന്തെങ്കിലും കളിക്കോപ്പുണ്ടെങ്കിൽ അത് മാറ്റി വെക്കും. എന്നിട്ട് തൊട്ടിയിലിട്ട് അങ്ങനെ ആട്ടും. ഇതാണ് ഇപ്പൊ റമദാന്റെ പരിപാടി. തടസ്സങ്ങളൊക്കെ അള്ളാഹ് ബ്ലോക്കാക്കി. റമദാന്റെ തൊട്ടിലിൽ ഇബാദത്തിന്റെ ലയത്തിലാണ് നമ്മളുള്ളത്. ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ഫാസിഖാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. റമദാനിൽ എനിക്ക് പറ്റിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഫാസിഖാണ്. എന്താ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? ഒരു കാര്യത്തിലും മുസ്തഫ നബി ചെയ്യാത്തൊരു കാര്യം റമദാനിൽ ചെയ്തിട്ടുണ്ട്. അത് 3 കാര്യത്തിനാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഹദീസാണ്. 3 വിഷയത്തിന് ദ്വാരുന്നത് ജിബ്രീലാണ്. ആമീൻ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. അതിൽപ്പെട്ട ഒന്നാണ് റമദാൻ വന്നിട്ട് റഹ്മത്തും മഗ്ഫിറത്തും ഇത്തക്കും കിട്ടാതെ. അതതിന്റെ അർത്ഥം. റഹ്മത്ത് കിട്ടിയാലേ മഗ്ഫിറത്ത് കിട്ടുള്ളൂ, മഗ്ഫിറത്ത് കിട്ടിയാലേ ഇത്തക്ക് കിട്ടുള്ളൂ. ഇതിങ്ങനെയാണ് പൗത്തത്. ഒന്നില്ലെങ്കിൽ മറ്റേ ഉണ്ടാവില്ല. ഇതുണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ, അതുണ്ടെങ്കിലേ ലാസ്റ്റത്തെ കിട്ടുള്ളൂ. ഇത് ആ രീതിയിലാണ് കോർവ. അതിന് ക്രമീകരണം എങ്ങനെ? ഈ റമദാൻ വന്നിട്ട് പടച്ചോന്റെ റഹ്മത്ത് കിട്ടാത്തവന് അല്ലാഹു തആല മാറ്റി നിർത്തട്ടെ. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റഹ്മത്ത് മാറ്റി നിർത്തിയത് ഇബ്ലീസിനെയാണ്. വേറുള്ളവരെ കുറിച്ച് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അബൂലഹബിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്, കാരണം നരകത്തിനാണ്. ഫിർഔനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ ഖുർആനിലും ഹദീസിലും എണ്ണപ്പെട്ട ആളുകളെ കുറിച്ചല്ലാതെ ഒരാളെ കുറിച്ചും അവൻ നരകത്തിൽ എന്ന് പറയാൻ പാടില്ല. ആ നിങ്ങൾ എന്നോട് ചോദിക്കാണ്, മോഡി നാളെ എവിടെ കിടക്കുന്ന വെച്ചാൽ എനിക്കറിയില്ലാന്ന് ഞാൻ പറയാം.
എന്റെ പഠിച്ചോനെ തുറച്ചു നോക്കണ്ടല്ലോ റബ്ബെ. എന്നോടിപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കണം നരേന്ദ്രമോദി നാളെ സ്വർഗത്തിലോ നരകത്തിലോ വെച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല. അതാണ് പറയേണ്ടത്. നമ്മള് 2 ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണം. സ്വർഗത്തേക്ക് കുറച്ച് ആൾക്കാർ, നരകത്ത് കുറച്ച് ആൾക്കാർ. നരകത്തിൽ ആരാ? നരേന്ദ്രമോദി, അമിത്ഷാ. എനിക്ക് എല്ലാവരും പേരൊന്നും അറിയില്ല. വലിയ ചെറുതുണ്ട്. ഇപ്പൊ അള്ളാഹു താല എന്തൊക്കെ ബില്ലുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് അവർക്ക് തന്നെ അള്ളാഹു തിരിച്ചടിയാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പക്ഷേ ഇവരൊന്നും നരകത്തിലാന്ന് പറയാൻ പാടില്ല. കാരണം നാളത്തെ അവരുടെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല. അറിയോ? ബാബരി മസ്ജിദ് പൊളിച്ച ചില ആളുകൾ പിന്നീട് പള്ളിയിൽ കിടന്നിട്ട് മരിച്ചിട്ടുണ്ട്. ബാബരി മസ്ജിദിന്റെ മുകളിൽ കയറിയിട്ട് മിനാരം തച്ചുടച്ച ആള് പിന്നീട് 100 പള്ളി തൗബ എന്നോണം കയറ്റി കൊടുത്തിട്ടാണ് മരിച്ചത്. അങ്ങനത്തെ ആൾക്കാരൊക്കെ. ഇപ്പൊ ഇവരെ അവസ്ഥ നാളെന്താ നമുക്കറിയില്ല. നമ്മളെ അവസ്ഥ നോക്കുക. അതാണ് വേണ്ടത്. അതിലൊരു ദുആയാണിത്. റമളാൻ വന്നിട്ട് അള്ളാന്റെ റഹ്മത്ത് കിട്ടാത്തവനെ, ശ്രദ്ധിക്കാത്തവനെ, അപ്പോഴും ഗാഫിലായവനെ അള്ളാഹു അവന്റെ റഹ്മത്ത് നിന്ന് മാറ്റി നിർത്തട്ടെ. ദ്വാരുന്ന ആരാരങ്ങള്? 7 ആകാശങ്ങളിലുള്ള കോടാനക്കോടി മലക്കുകൾക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ ആവാൻ, പ്രസിഡന്റ് ആവാൻ, ആ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മലക്കുകളുടെ മേലാളനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ദ്വാരുന്നത് ജിബ്രീലാണ്. ആമീൻ പറഞ്ഞത് ഏതെങ്കിലും സ്ഥലത്തു നിന്നല്ല, മദീനത്തുനിന്നല്ല, മദീനത്തെ പള്ളിക്കൊന്നുമല്ല, മിമ്പറിന്റെ സ്റ്റെപ്പ് എന്നാണ്. ഇനി എന്താ ദുനിയാവിൽ ബാക്കിയുള്ളത്? ദ്വാരുന്നത് ജിബ്രീൽ. ദ്വാരക്കാനായിട്ട് വന്നതാ. ഞാനിപ്പോ ഇവിടുന്ന് ദ്വാരക്കാനായിട്ട് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഒന്ന് ശരിക്കും പിടിച്ചിട്ടല്ലേ ദ്വാരക്കുള്ളൂ. കാരണം ദ്വാരക്കാനായിട്ട് പോയതാ. ഇത് ദ്വാരക്കാനായിട്ട് 7-ാം ആകാശത്തിന് മുകളിൽ നിന്ന് ഇറങ്ങിയതാ. ആമീൻ പറയാനുള്ളത് ലോകത്ത് ഇത്ര വലിയൊരാളിനില്ല. കയ്യങ്ങട്ട് പൊന്തിച്ച ഇജാബത്ത് ജവാബ് റെഡിയാണ്. ആ ആളാണ് ആമീൻ പറയുന്നത്. രണ്ടും നടന്നത് മദീനത്താണ്. മദീനത്ത് നിന്ന് മാത്രല്ല പള്ളിയിൽ മാത്രല്ല മിമ്പറിന്റെ സ്റ്റെപ്പ്. ഇതെല്ലാരും ഒന്ന് മനസ്സിലാക്കി. അവിടുന്നാണ് ഇതായിരുന്നു. റമളാൻ വന്നിട്ടും പഠിച്ചോനെ നേരെ മലയാളത്തിൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് നേരെക്കോളത്തിലാവാത്തവൻ എന്നെ പറഞ്ഞാൽ മനസ്സിലാവും. സാഹിത്യം വേണ്ടല്ലോ. റമളാൻ വന്നിട്ട് നേരെക്കോളത്തിലാവാത്തവനെ നീ റഹ്മത്തിന്ന് പുറത്താക്കുന്ന അതിന്റെ അർത്ഥം ഇബ്ലീസിനെ അഞ്ചനാക്കുന്നതാണ്. അള്ളാന്റെ റഹ്മത്തിന്ന് പുറത്തുപോയത് ഇബ്ലീസല്ലേ? അപ്പൊ ഇബ്ലീസ് പോണ കൂട്ടത്തിൽ നരകത്ത് കണ്ടുപോകും റമളാനിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. കാരണം അങ്ങാടിയിൽ അടി ഉണ്ടാക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ അടി ഉണ്ടാക്കുന്നതും രണ്ടാണ്. റമളാനിൽ തെറ്റ് ചെയ്തവൻ ഈ ഉമ്മത്തിന്റെ ഫാസിക്ക് എന്ന് മാത്രമല്ല ഷൈത്താനാണ്. കാരണം ഷൈത്താൻ ചങ്ങലയിലാണ്. എന്നിട്ട് തമ്മാടത്തിന് ചെയ്യുകയാണെങ്കിൽ ഇവൻ ഷൈത്താനാണ് അതിന്റെ അർത്ഥം. കാരണം ഇവനെ ചങ്ങലയിൽ ഇടൂല. ചങ്ങലയിൽ ഇടുന്നത് ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ഷൈത്താന്മാരെ ഇവൻ ഇടൂല. റമളാനിൽ ഒരാള് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചോളി, സംഗതി ഒക്കെ കാലിയേക്കും. ഉറപ്പിച്ചോളി. ഇനി രണ്ടാമത് പണി കൊടുക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. 1-2 കാര്യങ്ങൾ ആദ്യത്തെ സുബഹിക്ക് ശേഷമുള്ള ഉണർത്തൽ എന്നൽക്ക് ക്യാപ്സൂളായിട്ട് തരാനുള്ളത്. 1, ഇൽമിന്റെ മജ്‌ലിസ് ആരും മുടക്കരുത്. അപ്പൊ എല്ലാവർക്കും തറാവീനോട് പങ്കെടുക്കാൻ പറ്റൂല. പുറത്ത് ജോലിയുള്ളവരുണ്ട്, യാത്ര ഉള്ളവരുണ്ട്. ഹൈറായ ഹക്ക് പറയുന്ന ഇൽമിന്റെ മജ്‌ലിസ് ഒന്നും ആരും മുടക്കരുത്. നമ്മൾ ചിന്തിക്കാത്ത കൂലിയായിരിക്കും കിട്ടുക. നമ്മുടെ ഭാവന എത്തൂല അതിന്റെ ദറജക്ക്. അത്ര വലിയ ദറജ. ഹനഫി മദ്ഹബിലെ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അവരുടെ കിതാബാണ് മബ്സൂത്ത്. വലിയ കിതാബാണ്. ഇത് ആ മഹാൻ എഴുതിയത് അന്നത്തെ ഗവൺമെന്റ് അവരെ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടപ്പോഴാണ്. ഒരു പണ്ഡിതനെ പിടിച്ചിട്ട് ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അന്ന് പൊട്ടങ്ങനത്തിലൊക്കെ ആളുകൾ ഇടുന്ന കാലം. ഇപ്പുണ്ട് അങ്ങനെയൊക്കെ. കിണറ്റിലിട്ടപ്പോ ശിഷ്യന്മാരൊക്കെ വന്നിട്ട് കിണറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. കാരണം അവർക്ക് പിടിച്ച് കയറ്റി കൊണ്ടാൻ പറ്റൂല, എല്ലാരും പിടിച്ചിറക്കും. അതാണ് കരഞ്ഞ് ശിഷ്യന്മാരെ കണ്ണീര് ഉസ്താദിന്റെ ശരീരത്തിൽ ഇങ്ങനെ വീഴുകയാണ്. അപ്പൊ ഉസ്താദ് മേപ്പെട്ട് നോക്കിയിട്ട് പറഞ്ഞു, കരയണ്ട, അള്ളാഹ് റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് മേപ്പെട്ടൊക്കെ നോക്കിയിട്ട് കുറെ മാലൂമാത്ത് പറഞ്ഞു കൊടുത്തു. അതുപോലെ എഴുതിയെടുത്ത് ആ എഴുതിയെടുത്ത കിതാബിന്റെ പേരാണ് മബ്സൂത്ത്. കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് മേപ്പെട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത ഉസ്താദിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വാക്കുകളെല്ലാം കൂടി ശേഖരിച്ച കിതാബിന്റെ പേരാണ് ഹനഫി മദ്ഹബിൽ അറിയപ്പെട്ട മബ്സൂത്ത്. അത് ദർസ് നടത്തിയത് കിണറ്റിന്റെ അടിയിലാണ്.
എഴുതിയിട്ടത് മേലിനാണ്. കാരണം ഉസ്താദിന്റെ നയം എന്താ അറിയോ? കിണറ്റിൽ വീണതല്ല അപകടം, ദർസ് മുടങ്ങിയതാണ്. അതാണ് അവരൊക്കെ ഇൽമിന് കൊടുത്ത നലിമലി. അതുകൊണ്ട് 30 ദിവസം ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ ഇവിടെ തന്നെ, പ്രത്യേകിച്ച് സുബഹിന് ശേഷം വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഒരൊറ്റ ക്ലാസ് മുടക്കരുത്, ഇതൊരു കോഴ്സാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെങ്കിലും ഒന്ന് നന്നായിട്ട് എല്ലാവർക്കും കൂടി വേണമല്ലോ സ്വർഗത്ത് പോവാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എല്ലാരും പോട്ടെ. ഖുർആൻ ഏറ്റവും സുജൂദ് ഏറ്റവും ബന്ധമുള്ളവർക്കൊക്കെ നല്ല മൗത്തും നല്ല ആയുസ്സും, ഒരു സംശയം വേണ്ട. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഒരു പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുത്തു. അവന്റെ തൊട്ടടുത്ത് സ്റ്റേജിലിരിക്കുന്ന ആള് നല്ല നിസ്കാരമുദ്രണ്ട്, തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണം, ആക്കബത്ത് നന്നായി കിട്ടാൻ ദ്വാരക്കണമായിട്ട്. ഇയാൾ ഇങ്ങനെ കണ്ണീര് വാർക്കാണ്. അത് മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചോദിച്ച് ചിലവും പ്രായമുള്ളവരെ കണ്ടാ ചോദിക്കും എത്ര വയസ്സ് എന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, എനിക്ക് 92 വയസ്സ് കഴിഞ്ഞിരിക്കണ. ചെവിടിനും കുഴപ്പമില്ല, കണ്ണിനും കുഴപ്പമില്ല. ഞാൻ ഈ ഒമാൻ യാത്രയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്, ഒമാനികളായ മനുഷ്യന്മാരിൽ ഒരാൾ പോലും കണ്ണട വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒമാനികളായ ഒരു മനുഷ്യനും കണ്ണട വെച്ച് ഞാൻ കണ്ടില്ല. ഒറിജിനൽ ഒമാനികൾ കണ്ണട വെച്ച് ഞാൻ കണ്ടില്ല. എന്റെ ഡ്രൈവറോട് ചോദിച്ചു, എന്താ ഇത് എന്ന് വെച്ചു. എന്താണെന്നറിയാ, ഒരു ഖുർആൻ ഓതുന്ന ആൾക്കാരാ, അറിഞ്ഞില്ല. ഇനിയിപ്പോ നിങ്ങൾ കണ്ണടച്ച ആൾക്കാരെ എണ്ണെടുക്കാൻ നിൽക്കണ്ടട്ടാ. എന്നിട്ട് വരി പോയി പറയാം, നമ്മളെ മറ്റേ വരില്ല, അവന് ഖുർആൻ ഓതില്ല എന്ന് പറയാൻ നിൽക്കണ്ട. സോക്കറായിട്ടും കണ്ണടക്കേണ്ടി വരും. എനിക്കിപ്പോ കണ്ണടക്കണം. ഞാൻ ഇപ്പൊ ഖുർആൻ മേലെന്ന് ഓതിയത് കണ്ണടച്ചിട്ടാ. ഞാൻ ഖുർആൻ ഓതൽ കണ്ണടച്ചിട്ടാണ്, എനിക്കും കണ്ണടക്കണം. അപ്പൊ കണ്ണട വെച്ചവരൊക്കെ ഖുർആനിന്ന് മാറുന്നവരാണെന്ന് മുദ്ര കുത്താൻ നിൽക്കണ്ട. പക്ഷേ വലിയൊരു ബർക്കത്തായിരിക്കും എല്ലാ ആളായിനും ബർക്കത്തായിരിക്കും. ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ മാത്രം നന്നായി സ്വർഗത്ത് പോയാൽ പോരാ. നമ്മളെ പൈതമ്മളൊക്കെ നരകത്ത് കണ്ട് കയറിയാല്, നമ്മളെ വീട്ടിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കി തരുന്ന ആൾക്കാർ നരകത്ത് പോലെ എന്തായിരിക്കും ദുർഗതി. അപ്പൊ അതിനെ രക്ഷപ്പെടാൻ നിങ്ങൾ പങ്കെടുക്കുന്ന സാസുകളിലൊക്കെ അവരെയും പങ്കെടുപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞതും കേട്ടൊക്കെ കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ അല്ലാഹ്, വന്നത് ഇരുന്നത് പകരുന്നത് നുകരുന്നത് നാളെ പൊരുത്തത്തിനുള്ള കാരണമായി സ്വീകരിക്കണേ റബ്ബേ. റമളാൻ അനുകൂലമാകുന്ന വിജയ പാർട്ടിയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പൗരത്വ ബില്ലൊക്കെ പാസാക്കി എന്നാണ് കേൾക്കുന്നത്. അക്രമികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് നാടിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ അവയവങ്ങളെ നിനക്ക് സുജൂദ് റുക്കൂ ഇബാദത്തിന് കീഴ്പ്പെടുത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. രക്ഷപ്പെടാൻ വേണ്ടി തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ റമളാനിൽ റഹ്മത്തിനെ തൊട്ട് അകന്നു പോകുന്ന ശപിക്കപ്പെട്ടവരിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ ഞങ്ങളെ ചെറുപ്പക്കാരനെ തമ്മാടിത്തരങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് റമളാൻ അനുകൂലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാനിൽ 30 നാളിലും സ്വർഗത്തിന് എന്താണോ നീ തീരുമാനിച്ചത് ആ അഅ്മാൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. തിലാവത്തുൽ ഖുർആനിലുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. തറാവീഹിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൽമിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇഫ്താറിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ബുക്കായിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖൽബ് വിതുമ്പുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ച് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കൂടെ പഠിച്ചവർ, ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, അല്ലാഹുവേ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, സേവിച്ചവർ പലരും ഖബറിലാണ്. വിശിഷ്യ പള്ളിയുടെ ചുറ്റുഭാഗത്തടക്കം അവരുടെ ഖബറുകൾ നീ റബ്ബേ റമളാനിന്റെ റഹ്മത്ത് കൊണ്ട് നിറക്കണേ അല്ലാഹ്. സുഗന്ധമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രകാശമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും നീ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ പെടുത്തല്ല അല്ലാഹ്. കച്ചവടങ്ങളിലും തൊഴിലിലും അധ്വാനത്തിലും വേർപ്പിലും ഞങ്ങൾ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരുപാട് കഷ്ടപ്പാട് ചെയ്യുന്ന ആളുകൾ സദസ്സിലുണ്ട്. അവരുടെ തൊഴിലുകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്
وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. അല്ലാഹുവേ, പള്ളിയിലേക്ക് 10 മനോഹരമായ മുസ്ഹഫ് ദാനം നൽകിയ ഒരു സദസ്സിലുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം? ആ പദ്ധതി നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നിന്റെ കലാമിനോടുള്ള അടുപ്പവും ബന്ധവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار.